السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. ഈ 2 ആയത്തുകൾ കൊണ്ട് തീരാത്ത വിഷമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പഠിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷമങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെ 40 ദിവസകാലത്തോളം അയാൾ മുടങ്ങാതെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിൽ ഒരു പ്രയാസത്തെയും അല്ലാഹു ബാക്കി വെക്കില്ല. അവനിൽ ഒരു പ്രയാസത്തെയും അല്ലാഹു അവശേഷിപ്പിക്കില്ല. ആ പ്രയാസത്തിന് അല്ലാഹു പരിഹാരം നൽകിയിരിക്കുമെന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അളുമത്തുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസിയാണെങ്കിൽ, പരിശുദ്ധമായ ഖുർആനിന്റെ സിർറുകൾ അടങ്ങിയിട്ടുള്ള സിർറുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുർആനിന്റെ ഒരുപാട് അത്ഭുത രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്ത്. അതുകൊണ്ട് തന്നെ അതിന് വല്ലാത്ത മഹത്വമാണ്. അത് ഓതുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിൽ അല്ലാഹു നിഅമത്ത് നൽകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. വെള്ളിയാഴ്ച രാവിൽ അഥവാ വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഈ 2 ആയത്തുകൾ 3 തവണ ഒരാൾ പാരായണം ചെയ്താൽ മാരകമായ സിഹർ, കണ്ണീർ പോലത്തെ വിപത്തുകൾ അവനിൽ ബാധിക്കുകയില്ല. വല്ല സിഹർ കൊണ്ടും പ്രയാസപ്പെടുന്നവന് 1 ആഴ്ചത്തേക്കുള്ള ഹിഫ്ളായിട്ട് ഈ 2 ആയത്തുകൾ ഉണ്ടാകും. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ഈ 2 ആയത്തുകൾ 99 തവണ പാരായണം ചെയ്യുകയും അസ്ർ നിസ്കാരത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു സ്വലാത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ ആ ആഴ്ചയിൽ അല്ലാഹു അവന് ഹലാലായ മാർഗത്തിലൂടെ റിസ്ഖുകൾ നൽകും. സാമ്പത്തികമായുള്ള പ്രതിസന്ധികളിൽ നിന്ന്, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു അവന് കാവല് നൽകും. ഇങ്ങനെ ഒരുപാട് അത്ഭുത ഫലങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താണ് പരിശുദ്ധമായ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. പല കുടുംബജീവിതങ്ങളും തകർന്നുപോയത് സിഹർ, കണ്ണീർ പോലത്തെ മാരകമായ വിപത്തുകൾ കൊണ്ടാണ്. പല കുടുംബജീവിതവും സാമ്പത്തിക നില നഷ്ടപ്പെട്ടത്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടാൻ കാരണം, മക്കളിൽ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം, കുടുംബജീവിതത്തിൽ തകർച്ച സംഭവിക്കാനുള്ള കാരണമൊക്കെ മാരകമായ സിഹറുകളും കണ്ണീറുകളുമാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള കാവലായിട്ട് എല്ലാ ആഴ്ചകളിലും ഇതങ്ങ് പതിവാക്കി കഴിഞ്ഞാൽ ആ ഓരോ ആഴ്ചകൾക്കുള്ളിൽ അവനത് ഹിഫ്ളായി, അവനത് കാവലായിട്ട് ഈ 2 ആയത്തുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ സിഹറുകളിൽ നിന്നും ഐനുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുടുംബജീവിതങ്ങളിൽ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങൾ ബാധിച്ച് പലിശയിലായി ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായി പരിശുദ്ധമായ ശിഫാഇന്റെ മജ്ലിസിൽ നിന്ന് നൽകുന്ന ഓരോ അമലുകളും നീ സ്വീകാര്യമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഫളലുകൾ ഒരുപാട് ഏറ്റി നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരമായി ഈ മജ്ലിസിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.